നമസ്കാരം. KMCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർത്തല കഞ്ഞിക്കുഴിയിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. മാരാരിക്കുളം പോലീസാണ് SN കോളേജിന് സമീപം KSRTC ബസ് തടഞ്ഞ് ഇവരെ പിടികൂടിയത്. പിടിയിലായത് കുമാരപുരം ചെറുതന സ്വദേശി. മുകേഷിനെതിരെയുള്ള ലൈംഗിക ആരോപണം. മുകേഷ് MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനപ്രതിനിധിയായി തുടർന്നുകൊണ്ടുള്ള അന്വേഷണം ശരിയായ ദിശയിലായിരിക്കില്ലെന്നും സുരേന്ദ്രൻ. കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം KPMSന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സമുചിതമായി കൊണ്ടാടി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ജന്മദിനം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകളിലേക്ക് വിശദമായി. ചേർത്തല കഞ്ഞിക്കുഴിയിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. മാരാരിക്കുളം പോലീസാണ് SN കോളേജിന് സമീപം KSRTC ബസ് തടഞ്ഞ് ഇവരെ പിടികൂടിയത്. പിടിയിലായത് കുമാരപുരം ചെറുതന സ്വദേശികൾ. ചേർത്തല കഞ്ഞിക്കുഴി SN കോളേജിന് മുന്നിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് KSRTC ബസ് തടഞ്ഞു നിർത്തി മാരാരിക്കുളം പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കഞ്ചാവ് കൊണ്ടുവന്ന 2 യുവാക്കളും പോലീസിന്റെ പിടിയിലായി. കുമാരപുരം സ്വദേശി ടോം, ചെറുതന സ്വദേശി അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്നും കായംകുളത്തേക്ക് പോയ KSRTC ബസ്സിലാണ് ഇവർ കഞ്ചാവുമായി സഞ്ചരിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് മാരാരിക്കുളം CI AV ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം SN കോളേജിന് മുന്നിൽ ബസ് തടഞ്ഞു നിർത്തിയാണ് 3 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. മാരാരിക്കുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർ. കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം കേരള പുലയർ മഹാസഭ ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ സമുചിതമായി കൊണ്ടാടി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ജന്മദിനം. സമാനതകളില്ലാത്ത നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനം KPMS ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ സമുചിതമായി കൊണ്ടാടി. ചേർത്തല ഉട്ടാൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PM വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഓടിട്ട വീട് നിർമ്മിക്കാൻ കഴിയാതിരുന്നത്, അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നത്, ഈ ആളുകളെല്ലാം തന്നെ ഇന്ന് ഇതെല്ലാം മറന്ന് കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് മാത്രമാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്, ഞങ്ങളെല്ലാം അന്നും മിടുക്കന്മാരായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഈ പിന്നോക്ക കൂട്ടായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ലാതിരുന്നു, വഴി നടക്കാൻ അവകാശമില്ലാതിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ നായരാതി പിന്നോക്ക വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ കഴിയില്ലായിരുന്നു, അവരുടെ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സ്കൂളുകളിൽ പോകാൻ കഴിയില്ലായിരുന്നു. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അവകാശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം സൗകര്യപൂർവ്വം വിസ്മരിച്ച് ഇതെല്ലാം നമ്മുടേത് മാത്രമാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ ഉയർത്തി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മുഖ്യധാരയിലൊക്കെ നമ്മൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്നൊരു ധാരണയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനം KPMS വൈക്കം യൂണിയന്റെ നേതൃത്വത്തിലും കൊണ്ടാടി. KPMS വൈക്കം യൂണിയൻ ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടികൾ യൂണിയൻ പ്രസിഡന്റ് അശോകൻ കല്ലേപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിലയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനാഘോഷം നമ്മൾ അത്യാഘോഷപൂർവ്വം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സമൂഹത്തിലെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് വയനാടിലെ ദുരന്ത ബാധിതർക്കുള്ള അവരോടുള്ള ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഈ സഭാ പരിപാടികൾ ചടങ്ങായിട്ടല്ല, അത്യാഘോഷം നടക്കുമ്പോൾ പോലും അതിനെ സ്മരിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി സാമൂഹ്യ ജീവികൾ എന്ന നിലയിൽ KPMSകാരും അതിനോട് പങ്കുചേരുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. എന്നാൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ചില യൂണിയൻ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് യൂണിയൻ ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി. KPMS നേതാവ് VK രാജപ്പൻ, യൂണിയൻ സെക്രട്ടറി രാജു, വൈസ് പ്രസിഡന്റ് CP കുഞ്ഞൻ, ജോയിന്റ് സെക്രട്ടറി ഷാജി, ശകുന്തള രാജു, ഓമന ശങ്കർ, PV രാജു, മനോഹരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ലൈംഗിക ആരോപണ വിധേയനായ നടൻ മുകേഷ് രാജിവെക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും സുരേന്ദ്രൻ.
പത്തനംതിട്ട കോന്നിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നതിലൂടെയാണ് സർക്കാരിന്റെ ആത്മാർത്ഥത എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഉള്ള ആത്മാർത്ഥത സർക്കാരിനുണ്ടെങ്കിൽ സർക്കാരിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷി MLA ആയിട്ടുള്ള മുകേഷിനെ ആദ്യം ആ സ്ഥാനത്ത് നിന്ന് മുകേഷിനെ നിലനിർത്തിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെ അനാശാസ്യ പ്രവണതകൾ പരിഹരിക്കാൻ കഴിയും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ സമീപനമല്ല. ചലച്ചിത്ര നടനും MLAയുമായിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി? മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പാർട്ടി എടുത്ത നിലപാടിന് ശരിവെക്കുന്ന തരത്തിലാണ് അമ്മ ഭാരവാഹികൾ രാജിവെച്ചതെന്നും ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അംഗങ്ങളും മുകേഷ് അടക്കമുള്ളവർക്ക് എതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മുകേഷ് ജനപ്രതിനിധിയായി തുടർന്നുകൊണ്ടുള്ള അന്വേഷണം ശരിയായ ദിശയിലായിരിക്കില്ലെന്നും മുകേഷ് രാജിവെച്ച് നിയമ നടപടികൾ നേരിടണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ്, വിക്ടർ ടി തോമസ് എന്നിവരും പങ്കെടുത്തു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. മാർച്ച് SP ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ശ്രീകല ഗോപി ഉദ്ഘാടനം ചെയ്തു. ആരോപണ വിധേയന ഒന്നും രണ്ടുമല്ല നിരവധി കേസുകളിൽ നിരവധി പരാതിന്മേലാണ് മുകേഷ് ആരോപണ വിധേയനായിരിക്കുന്നത്. AMM എന്ന സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം കൂട്ടരാജി ഉണ്ടായിരിക്കുന്നു. അവർ പറയുന്നത് ഇത് ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ധാർമ്മികതയാണ്? പെണ്ണുങ്ങളുടെ തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഒരു വിഷയം വന്നപ്പോൾ അതിന് ആധികാരികമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കേരള സമൂഹത്തിന് ചർച്ച ചെയ്ത് അതിനെ അഭിമുഖീകരിക്കുവാൻ അതിന് മറുപടി കൊടുക്കുവാൻ ആംബിയർ ഇല്ലാതെ രാജാക്കന്മാരെല്ലാം കൂട്ടി രാജിവെച്ച് പോവുകയുണ്ടത്. അതിന് പറയുന്ന പേരാണ് ധാർമ്മികത. അത്തരത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ആ ഒരു താരസംഘടനയാണ് AMM എന്ന് പറയുന്നത്. അവിടെ പോലും അവർ സംരക്ഷിക്കുന്നത് തങ്ങളുടെ പ്രബലരായിട്ടുള്ള നേതാക്കളെ മാത്രമല്ല, പല രാഷ്ട്രീയ പ്രമുഖരുടെ ലിസ്റ്റ് പേര് പോലും ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു രഹസ്യമായ പരസ്യമായതുകൊണ്ട് തന്നെയാണ്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുനീറ മജീദ്, സെക്രട്ടറി സലീന നിസാർ, ജോയിന്റ് സെക്രട്ടറി ശ്രീകല വസന്തകുമാർ, വൈസ് പ്രസിഡന്റ് മോളി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. ലോറി ഡ്രൈവർ മരിച്ചു. കൊല്ലം ആദിച്ചനെല്ലൂർ ജിലി ഭവനിൽ ജസ്റ്റിനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കൊല്ലം ആദിച്ചനെല്ലൂർ ജിലി ഭവനത്തിൽ ജസ്റ്റിനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് കമ്പി കയറ്റി കൊല്ലത്തേക്ക് പോകുന്നതിനിടെ കുതിരപ്പന്തിക്കും ഇരവുകാടിനും ഇടയ്ക്ക് വെച്ച് നിയന്ത്രണം തെറ്റി ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭാസംഗമം, കമ്പ്യൂട്ടർ സമർപ്പണം, NSS യൂണിറ്റ് ഉദ്ഘാടനം, സ്കൂൾ കലോത്സവം എന്നിവ ഓഗസ്റ്റ് 29-ന് വ്യാഴാഴ്ച നടക്കുന്ന സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർത്തല ശ്രീനാരായണ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രതിഭാ പുരസ്കാര വിതരണവും ലാബിലേക്ക് ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ സമർപ്പണവും പുതുതായിട്ട് സ്കൂളിന് അനുവദിച്ച NSS യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും അതേപോലെ 29-30 തീയതികളിലായി സ്കൂൾ കലോത്സവവും നടക്കുകയാണ്. ഇപ്പോൾ 2024 ആഗസ്റ്റ് 29 വ്യാഴാഴ്ച രാവിലെ 9:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂള് കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തപ്പോൾ
ഉണ്ടായ സീറ്റ് നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറിയും SN ട്രസ്റ്റ് സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ സാറ് നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ട് അനുവദിക്കപ്പെട്ട വിദ്യാലയമാണ്. കോളേജുകളോടനുബന്ധിച്ച് 8ാം സ്റ്റാൻഡേർഡ് മുതൽ സ്കൂള് 10 വരെയുള്ള ഹൈസ്കൂൾ ക്ലാസ്സുകൾ അനുവദിക്കുകയും അതിനോട് അനുബന്ധമായിട്ട് ഹയർ സെക്കൻഡറി ആരംഭിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം സ്കൂളിന് അനുവദിച്ച 15 കമ്പ്യൂട്ടറുകളും നൽകും. SN ട്രസ്റ്റ് വിദ്യാഭ്യാസ സെക്രട്ടറി EG ബിജു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ HSS റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VK അശോക് കുമാർ പ്രതിഭകളെ അനുമോദിക്കും. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. ചടങ്ങിൽ ക്യാപ്റ്റൻ ഷൈമ കുട്ടപ്പനെ ആദരിക്കും. പ്രശസ്ത സാക്സഫോൺ പുല്ലാങ്കുഴൽ കലാകാരൻ കലാഭവൻ ചാക്കോച്ചൻ കലോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യും. NSS ജില്ലാ കൺവീനർ അശോക് കുമാർജി NSS സന്ദേശം നൽകും. മാരാരിക്കുളം വടക്ക പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് ടീച്ചർ, PTA പ്രസിഡന്റ് ബൈജു TV, സ്റ്റാഫ് സെക്രട്ടറി ബിജി ദാമോദരൻ തുടങ്ങിയവർ സംസാരിക്കും. പ്രിൻസിപ്പൽ പ്രസന്നകുമാർ T സ്വാഗതവും HM സീന OH നന്ദിയും പറയും. തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ 48ാമത് വാർഷിക സമ്മേളനം ഓഗസ്റ്റ് 29-30 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി PV സത്യനേശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതാണ്ട് 1922 ആലപ്പുഴയിൽ ആദ്യമായി തൊഴിലാളി സംഘടന രൂപം കൊള്ളുന്നത്. അന്ന് സംഘടിക്കാൻ അവകാശമില്ല, മുദ്രാവാക്യം വിളിക്കാനൊക്കില്ല, പിക്കറ്റിംഗ് ചെയ്യാനൊക്കത്തില്ല. അന്നത്തെ രാജാവിന് തൊഴിലാളിയുടെ ആവശ്യം ഉണർത്തിക്കൊണ്ടുള്ള നിവേദനം മാത്രം കൊടുക്കാനാണ് അധികാരം. എങ്കിലും തൊഴിലാളികൾ അന്ന് ജീവിച്ച സാഹചര്യം വളരെ ദുരിതപൂർണമായതുകൊണ്ട് നിരന്തരമായ തൊഴിലാളികളുടെ സംഘടന പ്രവർത്തനം നടത്തി ഉജ്ജ്വലമായ പോരാട്ടം നടത്തേണ്ടി വന്നു. അങ്ങനെയാണ് 1938 ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വന്നപ്പോൾ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ആദ്യമായി 1113/1 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ഞാൻ ഈ നോട്ടീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല. അന്ന് കൂലി പണമായി കിട്ടില്ല, ഓരോ കടകളിലേക്കും ചീട്ടാണ്, രാവന്തിയോളം പണിയെടുക്കണം, മൂപ്പന്മാരുടെ ശാസനയ്ക്കും മർദ്ദനത്തിനും വിധേയമാകണം, കൂലിയിൽ നിന്നും ഷോഡതി അമ്പലപ്പിരിവ് പള്ളിപ്പിരിവെന്ന് പിരിക്കും. 29-30 തീയതികളിലായി നടക്കുന്ന വാർഷിക സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, കാനം രാജേന്ദ്രൻ അനുസ്മരണ പുരസ്കാര സമർപ്പണം നടത്തും. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പുന്നപ്ര വയലാർ സമരസേനാനികളെ ആദരിക്കും. കയർ തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ആദരിക്കും. CPM നേതാവായ CA കരുണാകരൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. ദിനാചരണത്തോട് അനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. ചേർത്തല വേളോർവട്ടം യൂണിയൻ ഓഫീസിന് സമീപം നടന്ന രക്തസാക്ഷി ദിനാചരണം CPM ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. ഇതിനെതിരായിട്ട് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നേ പറ്റൂ. ഈ ഗവൺമെന്റ് ഒരു മുന്നണി ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ നയങ്ങളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. സംസ്ഥാനങ്ങളോട് അതിക്രൂരമായ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളോട് ക്രൂരമായ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കും. ഇത്തവണത്തെ ബഡ്ജറ്റ് വന്നപ്പം ബഡ്ജറ്റിനകത്ത് ആ കൂടി 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലും ഗുണമുള്ളത്. അതായത് ആ സംസ്ഥാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ പിൻവലിക്കും. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത്, ഇഷ്ടംപോലെ പദ്ധതി പ്രഖ്യാപിക്കുക. മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല, കേരളത്തിനും ഒന്നുമില്ല. കേരളത്തിൽ നിന്നൊരു സംസ്ഥാനമേ ഉള്ളതായിട്ട് ഒരു ലക്ഷണവും ഇല്ല. ബഡ്ജറ്റിനകത്ത് കേരളം എന്നൊരു വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ വലിയ വൈര്യതിരാനുഭൂതിയോടെ സമീപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൽ നിൽക്കുന്നത്. കേന്ദ്ര സംസ്ഥാനത്തോടൊപ്പം തന്നെ ശക്തിപ്പെടണം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും. അതാണ് ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകത. യൂണിയൻ പ്രസിഡന്റ് AS സാബു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K പ്രസാദ്, B വിനോദ്, NR ബാബുരാജ്, PS ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. 1989 ഓഗസ്റ്റ് 28 CA കരുണാകരൻ കൊല്ലപ്പെടുന്നത്. P സുരേന്ദ്രൻ, ME കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളി നേതാക്കളും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. കയർ വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ്സ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പ്രതിഷേധ പ്രകടനം നടത്തും. ഇന്ന് ഉൽപ്പാദനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട ഉൽപ്പാദകർ ചെയ്തു വച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ
സഹകരണ സംഘടനകളിലും അവരുടെ ഫാക്ടറികളിലും സ്റ്റോക്കായിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കയർ കോർപ്പറേഷനിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുത്താൽ യഥാസമയം അതിൻ്റെ വില കിട്ടുന്നില്ല. ഇപ്പോഴെല്ലാ സമയങ്ങളും കൂടി ഏതാണ്ട് 20 കോടി രൂപ കയർ കോർപ്പറേഷൻ നൽകുന്നുണ്ട്. കയർവെട്ടിൽ ഈ പ്രതിസന്ധിയിലും എന്തെങ്കിലും ഉൽപ്പാദനം നടത്തുന്നതിന് ആവശ്യമായ കയർ ലഭിക്കാത്ത സാഹചര്യമാണ് എന്നുള്ളത്. ഈ നാനാവിധമായ പ്രതിസന്ധികളിലാണ് ഇന്ന് ഈ മേഖല നേരിടുന്നത്. വ്യാഴാഴ്ച പകൽ 10-ന് കയർഫെഡിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം കയർ കോർപ്പറേഷൻ മുന്നിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ പ്രസിഡന്റ് MP പവിത്രൻ അധ്യക്ഷനാകുന്ന സമ്മേളനത്തിൽ NV തമ്പി, PP വിനു, KK പ്രഭു തുടങ്ങിയവർ സംസാരിക്കും. KSEB വർക്കേഴ്സ് അസോസിയേഷൻ 68ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയുടെ 38ാമത് സംസ്ഥാന സമ്മേളനമാണ് നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സംഘടന രൂപം കൊണ്ടിട്ട് 40 വർഷമായി. 1984 KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന വൈദ്യുതി ബോർഡിലെ റിട്ടയർ ചെയ്തിട്ടുള്ള ജീവനക്കാർക്കും ഓഫീസർമാർക്കും പൊതുവായി പ്രവർത്തിക്കാനുള്ള സംഘടന, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് 1984 സംഘടന രൂപം കൊണ്ടത്. യഥാർത്ഥത്തിൽ 40 വർഷം പിന്നിടുകയാണ്. എന്നാൽ കോവിഡ് കാരണം 2020-ലും 2021-ലും സംസ്ഥാന സമ്മേളനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് 38ാം സംസ്ഥാന സമ്മേളനം എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ തന്നെ കൃത്യമായി സമ്മേളനം നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോരാളികൾ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സംഘടനയാണ് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം, സെമിനാർ, വെൽഫെയർ സൊസൈറ്റി, വാർഷിക പൊതുയോഗം എന്നിവ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. KC വേണുഗോപാൽ MP വിശിഷ്ട അതിഥിയാകും. ഉച്ചയ്ക്ക് 12-ന് പ്രതിനിധി സമ്മേളനവും വൈകിട്ട് 3-ന് KSEBയുടെ സാമൂഹിക പ്രതിബദ്ധതയും സാമ്പത്തിക ഭദ്രതയും എന്ന വിഷയത്തിൽ വൈദ്യുതി സെമിനാറും നടക്കും. സെമിനാർ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന KSEB പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തോടെ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. അസോസിയേഷൻ പ്രസിഡന്റ് N വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണപിള്ള, S രാജേന്ദ്രൻ, PS ഉദയകുമാർ, പയസ് നെറ്റോ, മധുലാൽ, പ്രഭാകരൻ, സുരേന്ദ്രൻ, മോനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല നഗരസഭ കുടുംബശ്രീയുടെ വിളവെടുപ്പ് ആഘോഷമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ 18ാം വാർഡ് അംബേദ്കർ ADSലെ മലർവാടി കൃഷിക്കൂട്ടത്തിന്റെ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. പൂക്കൃഷി കൂടാതെ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. വിളവെടുപ്പിൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ G രഞ്ജിത്ത്, ശോഭ ജോഷി, കൗൺസിലർ MK പുഷ്പകുമാർ, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ, ADS അംഗം ഉഷ, കൃഷി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴയുടെ നേതൃത്വത്തിൽ SSK ഓഫീസിന് മുന്നിൽ സമരം നടത്തി. ഇതിന് മുന്നോടിയായി നടന്ന പ്രകടനം KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SSK ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രക്ഷോഭ സമരം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമഗ്ര ശിക്ഷയിലെ സ്പെഷ്യൽ അധ്യാപകരായിട്ടുള്ള നിങ്ങളുടെ ഈ പ്രക്ഷോഭം നടക്കുന്നത്. ഇതാദ്യമായിട്ടല്ല നമ്മൾ സമരം ചെയ്യുന്നത്. നിരവധി തവണ നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പല സമരങ്ങൾക്കും വേദിയായിട്ടുണ്ട് ഈ ഓഫീസിന് അങ്കണമടക്കം എന്നത് ഞാനിവിടെ ഓർക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളൊരു വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധി വേറൊന്നുമല്ല, കേന്ദ്രാവിഷ്കൃതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളെയും ദുർബലപ്പെടുത്താനും അതിൻ്റെ വിഹിതം വെട്ടിക്കുറക്കാനും ആ പദ്ധതി തന്നെ സ്തംഭിക്കാനും ഇടയാക്കുന്ന ഒരു സമീപനമാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പദ്ധതികളോട് കേന്ദ്ര ഗവൺമെൻറ്
പ്രവൃത്തി വരുന്നത്. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ഉടൻ നടപ്പിലാക്കുക, സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, ശമ്പളത്തിന് ആനുപാതികമായി TA ഇവ വർദ്ധിപ്പിക്കുക, മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സ്ഥലം മാറ്റം നടത്തുക തുടങ്ങിയ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. KRTA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K. അമ്പിളിക്കല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി AK ബീന സ്വാഗതം പറഞ്ഞു. KRTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെസി M. ആന്റണി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷൈമ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PD ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. KRTA ആലപ്പുഴ ജോയിന്റ് സെക്രട്ടറി മായ M. നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തല കഞ്ഞിക്കുഴിയിൽ കഞ്ചാവ് വേട്ട, 3 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. മാരാരിക്കുളം പോലീസാണ് SN കോളേജിന് സമീപം KSRTC ബസ് തടഞ്ഞ് ഇവരെ പിടികൂടിയത്. പിടിയിലായത് കുമാരപുരം ചെറുതന സ്വദേശി. മുകേഷിനെതിരെയുള്ള ലൈംഗിക ആരോപണം, മുകേഷ് MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനപ്രതിനിധിയായി തുടർന്നുകൊണ്ടുള്ള അന്വേഷണം ശരിയായ ദിശയിലായിരിക്കില്ലെന്നും സുരേന്ദ്രൻ. കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം KPMSന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സമുചിതമായി കൊണ്ടാടി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ജന്മദിനം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.